എന്ന് പറയും ചെയ്തു. അതോടൊപ്പം തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ, അതായത് മറ്റുള്ള സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികളും നമ്മുടെ കേരളത്തിൽ വന്ന് പഠിക്കണമെന്ന് അങ്ങനെ കണ്ടില്ല. എന്നാൽ വേറെ സ്റ്റേറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലുള്ള കുട്ടികളും വന്നിട്ട് അവിടെ പഠിക്കണം. അപ്പൊ നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്ന എന്ത് ബെനിഫിറ്റ്സ് ആണ് ഈ PMC പദ്ധതിയിലൂടെ ഉണ്ടാവുന്നത്? ഒരു യൂണിഫിക്കേഷൻ വരും. ഡൽഹിയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് എന്തൊക്കെ അറിയാമോ അത് കേരളത്തിൽ പഠിക്കുന്ന കുഞ്ഞും അറിഞ്ഞിരിക്കും. Unification of syllabi was one point I had struck in the NEP. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിന്റെ എമുലേഷൻ നടക്കുന്ന സമയത്ത് പ്രകാശ് ജാവ്ദേക്കർജിയാണ് അന്ന് HRD മിനിസ്റ്റർ. 2019 ഇത് രൂക്ഷമായി നമ്മൾ ശ്രമം തുടങ്ങിയെങ്കിലും 2020 ഇതിന്റെ ഒരു കൾമിനേഷൻ വരുന്നത്. ആ സമയത്തും ഞാൻ പാർലമെന്റിലുള്ളത് കൊണ്ട് ഞാൻ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോഡ് കുറയ്ക്കണം, ഫോക്കസ്ഡ് എഡ്യൂക്കേഷൻ വേണം. ഒരു കുഞ്ഞിനെ 8ാം ക്ലാസ് മുതൽ അതിന് താല്പര്യമുള്ള വിങ്ങിലേക്ക്. അമേരിക്കയിൽ അങ്ങനെയാണ്, ഇംഗ്ലണ്ടിലും അങ്ങനെയാണ്, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ രീതി അതാണ്. ഈ കുഞ്ഞ് ഡോക്ടറാവാൻ പോകുന്നതാണെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ അതിന്റെ എല്ലാ ശിഖരങ്ങളും മുറിച്ച് അതിന് ഫോക്കസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് വിടുന്നുണ്ട്. നമുക്കിവിടെ അതില്ല. 12ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇപ്പോ പ്രീ ഡിഗ്രി കൊണ്ടുണ്ടായിരുന്നപ്പോ അന്നേരമാണ്. അതുവരെ 10ാം ക്ലാസ് വരെയും നമ്മൾ ജോഗ്രഫിയും സിവിക്സും എല്ലാം പഠിക്കണം. ഫണ്ടമെന്റലി നോളജ് ഓഫ് എവറി എസെൻഷ്യൽ സബ്ജക്ട് വിച്ച് വിൽ ആഡ് ടു the system of our life. That is inevitable. അത് 7ാം ക്ലാസ് കൊണ്ട് തീർക്കണം. അവര് മുതുകിൽ ക്യാരി ചെയ്യുന്ന ലോഡ് നാളെ അവരുടെ സ്പൈനൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നതാവരുത് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച വരികളാണ്. യൂണിഫിക്കേഷൻ ഓഫ് സിലബസ്. ഡൽഹിയിൽ പഠിക്കുന്ന IAS-കാരന്റെ മകനോ മാത്രം അറിയേണ്ട കാര്യങ്ങളല്ല. അതേ കാര്യങ്ങൾ അതേ ആഴത്തിലും ഘനത്തിലും കേരളത്തിലെ ഒരു കുമ്പാരിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ കുഞ്ഞും അതേ സബ്ജക്ട് പഠിച്ചിരിക്കണം.